ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. ബിസ്മില്ലാ വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വ ആലിഹി വസഹ്ബിഹി വമൻവാല വബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്ത് സബയിലെ 21-ാം ആയത്തിൻ്റെ തഫ്സീറാണ് പഠിച്ചത്. വറബ്ബുക അലാ കുല്ലി ഷൈഇൻ ഹഫീദ് എന്നതാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. അവിടെ നമ്മൾ പറഞ്ഞു താങ്കളുടെ റബ്ബ് എല്ലാത്തിനും ഹഫീബാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ഏറ്റെടുത്ത് സംരക്ഷിക്കുന്നവൻ, സൂക്ഷിക്കുന്നവൻ, ഒന്നും പാഴാകാതെ നഷ്ടമാകാതെ എല്ലാം കാത്ത് സംരക്ഷിക്കുന്നവൻ, ഇങ്ങനെ തുടങ്ങി ഹഫീബ് എന്ന അള്ളാഹുവിൻ്റെ നാമം അർത്ഥമാക്കുന്ന വിഷയങ്ങളൊക്കെ ചിലതൊക്കെ നമ്മൾ പറഞ്ഞു. ഇന്ന റബ്ബക അലാ കുല്ലി ഷൈഇൻ ഹഫീബ് എന്നും മറ്റൊരു വചനത്തിൽ ഈ ഒരു പേരിങ്ങനെ പരാമർശിച്ചിട്ടുണ്ട്. തീർച്ചയായും നിൻ്റെ റബ്ബ്. അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹഫീബായത് കാരണത്താലാണ് നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ഹിഫ്ദിന് വേണ്ടി തേടുന്നത്. അള്ളാഹുവിൽ നിന്നുള്ള രക്ഷക്ക്, കാവലിന്, സംരക്ഷണത്തിന് ഒക്കെ തേടുന്നത്. ആ വിഷയങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ. അതിൻ്റെ തുടർച്ചയിൽ നമുക്ക് ഈ 22-ാം വചനം, ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാതും സംരക്ഷിക്കുന്ന, എല്ലാത്തിനും കാവലാകുന്ന, എല്ലാം ഏറ്റെടുത്ത് കൃത്യമായി പരിപാലിച്ച് സൂക്ഷിച്ച് കൃത്യമായി പോറ്റുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടായിരിക്കെ, റബ്ബുണ്ടായിരിക്കെ, റബ്ബല്ലാത്തവരെ ആശ്രയിക്കുന്നവരെ കുറിച്ചാണ് പറയുന്നത്. ഒന്നും സംരക്ഷിക്കാനാവാത്തവർ, ഒന്നും ഉടമപ്പെടുത്താനാകാത്തവർ, അവരെയാണ് എന്നിട്ടും ആളുകൾ എന്ത് ചെയ്യുന്നത്? ആശ്രയിക്കുന്നത്, അവരോടാണ് തേടുന്നത്. ഇവിടെ ഈ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകളെ കുറിച്ചാണ് പറയുന്നത്. വറബ്ബുക അലാ കുല്ലി ഷൈഇൻ ഹഫീദ് എന്ന് പറഞ്ഞതിന് ശേഷം ആ റബ്ബല്ലാത്തവരെ തേടുന്നവർ, കാക്ഷിക്കുന്നവർ, പ്രതീക്ഷിക്കുന്നവർ, സംരക്ഷകരായി വകവെക്കുന്നവർ, അവരുടെ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഖുൽ ഇദ്ഉൽ ലദീന സഅംതും മിൻ ദൂനില്ലാഹി ലാ യംലികൂന മിസ്ഖാല ദർറത്തിൻ ഫിസ് സമാവാതി വലാ ഫിൽ അർദ് വമാ ലഹും ഫീഹിമാ മിൻ ശിർകിൻ വമാ ലഹു മിൻഹും മിൻ ദഹീർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്. ഖുൽ, നബിയെ പറയുക, ഉദ്ഉൽ ലദീന സഅംതും മിൻ ദൂനില്ലാഹ്, അള്ളാഹുവെ കൂടാതെ അല്ലെങ്കിൽ അള്ളാഹുവോടൊപ്പം നിങ്ങൾ ജൽപ്പിക്കുന്നവരെ നിങ്ങൾ വിളിക്കൂ. ഉദ്ഉ എന്ന് പറഞ്ഞാൽ നാദു, നിങ്ങൾ വിളിക്കൂ. ഇവിടെ ഉദ്ഉൽ ലദീന, ഒരു കൂട്ടരെ നിങ്ങൾ വിളിക്കൂ എന്നാണ്. ആ ഒരു കൂട്ടർ ആരാണ്? സഅംതും, നിങ്ങൾ ജൽപ്പിച്ചു, നിങ്ങൾ വാദിച്ചു. ഇവിടെ സഅംതും, ആരെ വാദിച്ചു, ആര് ജൽപ്പിച്ചു? ഇവിടെ സഅംതുമൂഹും, സഅംതുമൂഹും, അവരെ നിങ്ങൾ ജൽപ്പിച്ചു വാദിച്ചു. എന്തായിട്ട് ജൽപ്പിച്ചു വാദിച്ചു? ആലിഹത്തൻ, ആരാധ്യന്മാരായിട്ട്. അപ്പോൾ ഉണ്ടല്ലോ, ഈ സഅമ എന്നുള്ളത് രണ്ട് കർമ്മത്തെ അറിയിക്കുന്നുണ്ട്. നിങ്ങൾ ജൽപ്പിച്ചു അവരെ, ഈ ഹും എന്നുള്ള ദമീർ അല്ലദീന എന്നുള്ളതിലേക്ക് മടങ്ങാനാണ്. ഈ യാതൊരു കൂട്ടരെ നിങ്ങൾ ജൽപ്പിച്ചു എന്നാണ്. അവിടെ ഹും എന്നുള്ളത് പറയപ്പെട്ടില്ല, കാരണം ഈ അല്ലദീന എന്നുള്ളത് അത് അറിയിക്കുന്നുണ്ട്. എന്തായി ജൽപ്പിച്ചു? ആലിഹത്തായിട്ട് ജൽപ്പിച്ചു. അല്ലെങ്കിൽ ഇവിടെ ശുപാർശകരായി, അല്ലെങ്കിൽ മധ്യവർത്തികളായി, അല്ലെങ്കിൽ രക്ഷകരായി, അങ്ങനെയൊക്കെ പറയാം. നിങ്ങൾ യാതൊരു കൂട്ടരെ ആരാധ്യന്മാരായി, ശുപാർശകരായി, രക്ഷകരായി, മധ്യവർത്തികളായി ജൽപ്പിച്ച ആ ആളുകളെ നിങ്ങൾ വിളിക്കൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് കൽപ്പിക്കാൻ പറയണം. ഈ ആലിഹത്തിനെ നിങ്ങൾ ജൽപ്പിച്ചത് മിൻദൂനില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവോടൊപ്പം അല്ലെങ്കിൽ അള്ളാഹുവെ കൂടാതെ എന്നാണ്. മിൻദൂനില്ല, നമ്മളത് പറഞ്ഞതാണ്. ഈ ദൂന എന്നുള്ളതിൻ്റെ
വിഷയം. ദൂന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാ എന്നർത്ഥം തരും, അല്ലെങ്കിൽ സിവ എന്നർത്ഥം തരും, അല്ലെങ്കിൽ കൂടാതെ ഗൈർ എന്നർത്ഥം തരും, അല്ലെങ്കിൽ കൂടാതെ എന്നർത്ഥം തരും. അത് ദൂനിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ പിന്നെ അതുകൊണ്ട് തന്നെ മിൻദൂനില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവോടൊപ്പം എന്നർത്ഥം പറയാം. മിൻദൂനില്ല എന്ന് പറഞ്ഞാൽ സിവ അള്ളാഹുവെ കൂടാതെ എന്നർത്ഥം പറയാം. അല്ലെങ്കിൽ മിൻദൂനില്ല എന്ന് പറഞ്ഞാൽ ഗൈർ അള്ളാഹ് അള്ളാഹു ഒഴികെ എന്നർത്ഥം പറയാം. അല്ലേ ഈ ദൂനിൻ്റെ പ്രത്യേകത. ഇപ്പോൾ പിന്നെ സെയ്ദുൻ ദൂന അംറിൻ എന്ന് പറയും ഫിൽ മൻസില. സെയ്ദുൻ സെയ്ദ് ദൂന അംറിൻ അംറിൻ്റെ താഴെയാണ് ഫിൽ മൻസില സ്ഥാനത്തിൽ, പദവിയിൽ. അവിടെ ദൂന എന്നുള്ളത് താഴെ എന്നുള്ള അർത്ഥത്തിലാണ്. അതേപോലെ തന്നെ ദൂന എന്നുള്ളത് ഹൈലൂലയെ അറിയിക്കുന്നതാണ്. പിന്നെ അപ്പം ആ അർത്ഥപ്രകാരമാണ് മ എന്നർത്ഥം വരുന്നത് എന്ന് ഭാഷാ നിഘണ്ടുക്കളിൽ കാണാം. അപ്പം അള്ളാഹുവോടൊപ്പം, അല്ലെങ്കിൽ അള്ളാഹുവെ കൂടാതെ, അള്ളാഹു ഒഴികെ, ഇങ്ങനെയൊക്കെ ഈ ദൂന വന്നതിനാൽ ഇവിടെ അർത്ഥമുണ്ട്. പിന്നെ അള്ളാഹുവെ ആരാധ്യനായി സ്വീകരിക്കുന്നതോടൊപ്പം, അല്ലെങ്കിൽ അള്ളാഹുവെ രക്ഷകനായി സ്വീകരിക്കുന്നതോടൊപ്പം ഇവരെന്ത് ചെയ്തു? ആരാധ്യന്മാരെയും സ്വീകരിച്ചു. എന്തായാലും അള്ളാഹുവെ ഒഴിവാക്കിയിട്ട് ആരാധ്യന്മാരെ രക്ഷകരായി സ്വീകരിച്ചിട്ടില്ല. അള്ളാഹുവോടൊപ്പം അതുകൊണ്ടാണ് പങ്കാളികളെ ആക്കിയത്. അവർ അള്ളാഹുവിന് പങ്കാളികളെ ഉണ്ടാക്കിയ ഇത്. എന്തായാലും ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് കൽപ്പിക്കുകയാണ്, ഉദ്ഉല്ലദീന സഅംതും മിൻ ദൂനില്ലാഹ്. അള്ളാഹുവോടൊപ്പം അല്ലെങ്കിൽ അള്ളാഹുവെ കൂടാതെ ആരാധ്യന്മാരെ നിങ്ങൾ ജൽപ്പിച്ചവർ, അവരെ നിങ്ങൾ വിളിക്കൂ. ഉദു എന്ന് പറഞ്ഞാൽ അത് വിളിക്കൂ. അവരുടെ വിഷയം എന്താ? അവരുടെ വിഷയം ലാ യംലികൂന മിസ്ഖാല ദർറത്തിൻ ഫിസ് സമാവാതി വലാ ഫിൽ അർദ്. ലാ യംലികൂൻ, ഈ ആരാധ്യന്മാർ അവർ ഉടമപ്പെടുത്തുന്നില്ല. ലാ യംലികൂന, മലക യംലികു യംലികൂൻ, അവർ ഉടമപ്പെടുത്തുന്നു. ലാ യംലികു എന്ന് പറഞ്ഞാൽ അവർ ഉടമപ്പെടുത്തുന്നില്ല. മിസ്ഖാല ദർറത്തിൻ, ഒരു ദർറത്തിൻ്റെ മിസ്ഖാൽ, തൂക്കം. മിസ്ഖാൽ എന്നുള്ളത് ഫിഖൽ എന്നുള്ളതിൽ നിന്നാണ്. ഫിഖൽ ഭാരം, തൂക്കം. സഖീൽ എന്ന് പറയും ഭാരിച്ചത്. അതിൻ്റെ നേരെ വിപരീതമാണ് ഖഫീഫ്. അപ്പം മിസ്ഖാല ദർറത്തിൻ, ദർറത്തിൻ്റെ ഫിഖൽ, ഭാരം, തൂക്കം. ദർറത്ത് എന്ന് പറഞ്ഞാൽ മുമ്പ് നമുക്ക് വന്നിട്ടുണ്ട്. ദർറത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചെറിയ ഉറുമ്പിനാണ് പറയുക. അതിൻ്റെ ബഹുവചനാണ് ദർറുൻ, ദർറത്തുൻ, ദർറുൻ. ചെറിയ ഉറുമ്പിനാണ് ദർറ എന്ന് പറയാം. ഈ ചെറിയ ഉറുമ്പുകൾ 100 എണ്ണം കൂടിയാൽ അതിൻ്റെ തൂക്കാണ് ഒരു ഗോതമ്പ് മണിക്ക് ഉണ്ടാവുക എന്നാണ്. 100 ദർറ കൂടിയാൽ അതിനുണ്ടാകുന്ന തൂക്കാണ് ഒരു ഗോതമ്പ് മണിക്ക് എന്നാണ്. അപ്പോൾ ദർറ എത്ര ചെറുതാ, ചെറിയ ഉറുമ്പ് എന്ന് പറയുമ്പോൾ. മിസ്കാല ദർറത്തിൻ എന്ന് പറഞ്ഞാൽ ദർറത്തിൻ്റെ തൂക്കം അവർ ഉടമപ്പെടുത്തുന്നില്ല എന്നാണ്. ഒരു ചെറുതുപോലും ഉടമപ്പെടുത്തുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു പ്രയോഗമാണ്. ഏറ്റവും ചെറുത് എന്നുള്ളതിൻ്റെ ഒരു പ്രയോഗമാണിത്, മിസ്കാല ദർറത്തിൻ എന്നുള്ളത്. മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, എന്താ പറഞ്ഞത്? ദാലികുമുല്ലാഹു റബ്ബുക്കുമുൽ ഹഖ് ലഹുൽ മുൽക്ക് വല്ലദീന തദ്ഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ എന്ന് പറഞ്ഞില്ലേ. വല്ലദീന തദ്ഊന മിൻ ദൂനിഹി, അള്ളാഹുവെ കൂടാതെ നിങ്ങൾ ദുആ ഇരക്കുന്നവർ, മാ യംലികൂന മിൻ ഖിത്മീർ, ഒരു ഖിത്മീർ പോലും അവർ ഉടമപ്പെടുത്തുന്നില്ല എന്നല്ലേ. നമ്മൾ പഠിച്ചു പോയതാണ് ഇത് ഖിത്മീർ. എന്താ ഖിത്മീർ? ഖിത്മീർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈത്തപ്പനക്കുരുവിൻ്റെ പാട, ഈത്തപ്പനക്കുരുവിനെ പൊതിഞ്ഞ സ്ഥലം, പാട, അതിനാണ് ഖിത്മീർ എന്ന് പറയാം. അല്ലെങ്കിൽ ഈത്തപ്പനക്കുരുവിൻ്റെ പുറത്ത് കാണുന്ന അടയാളം, കല, അതിനൊക്കെ പറയും. അതുപോലെ ഉടമപ്പെടുന്നില്ല. മയംലികൂന മിൻ ഖിത്മീർ. അതേപോലെ ഒരു പ്രയോഗമാണ് മിസ്കാല ദർറ, ചെറിയ ഒരു ദർറ പോലും അവർ അതിൻ്റെ തൂക്കം പോലും അവർ ഉടമപ്പെടുത്തുന്നില്ല എന്ന് പറയുന്നത്. അപ്പം അത്രയും പിന്നെ കഴിവ് കെട്ടവരും ഒന്നും ഉടമപ്പെടുത്താത്തവരുമാണ് ഈ അള്ളാഹുവെ കൂടാതെ ഇവർ ജൽപ്പിച്ചതായ ആരാധ്യന്മാർ, രക്ഷകർ എന്നുള്ളതാണ് ഇവിടെ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എവിടെ ഉടമപ്പെടുത്തുന്നില്ല?
ലാ യംലികൂന മിസ്ഖാല ദർറത്തിൻ ഫിസ് സമാവാതി വലാ ഫിൽ അർദ്. ഫിസ് സമാവാത്ത്, സമാവാത്തിൽ, സമാവാത്ത് പറഞ്ഞാൽ വാനങ്ങൾ, ഫിസ് സമാവാത്തി സബ്, സപ്തവാനങ്ങൾ, വാനങ്ങളിൽ, വലാ ഫിൽ അർദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വഫിൽ എന്ന് പറയുന്നത് വലാ ഫിൽ അർദ് എന്നാണ്. വല എന്ന് പറഞ്ഞെങ്കിൽ അത് തൗക്കീദിന് വേണ്ടിയല്ല എന്നാണ്. വലാ യംലികൂന മിസ്ഖാല ദർറത്തിൻ ഫിൽ അർദ് എന്നർത്ഥം. വലാ ഫിൽ അർദ് എന്ന് പറഞ്ഞെങ്കിൽ അവർ ദർറത്തിൻ്റെ തൂക്കം ഉടമപ്പെടുത്തുന്നില്ല ഫിൽ അർദ്, ഭൂമിയിലും. അപ്പോൾ ഈ ലാ വന്നത് ഈ ആശയത്തെ ബലപ്പെടുത്താൻ വേണ്ടിയാണ്. വാനങ്ങളിലാകട്ടെ ഭൂമിയിലാകട്ടെ ഈ ആരാധ്യന്മാർ ഒരു ദർറയുടെ തൂക്കം ഉടമപ്പെടുത്തുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയാണ്. ഉണ്മയുടെ ലോകം അത് സമാവാത്തും അർദും മാത്രമല്ല. ഉണ്മയുടെ ലോകം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ സമാവാത്തിനെയും അർദിനെയും പറഞ്ഞു. ഉദ്ദേശം ഈ പ്രപഞ്ചം ആസകലാണ്, കൗൻ, പ്രപഞ്ചം മുഴുവനാണ് ഉദ്ദേശം. ഫി സമാവാതി വലാ ഫിൽ അർദ് എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഉദ്ദേശം ഈ പ്രപഞ്ചം, ഉണ്മയുടെ ലോകം, സൃഷ്ടിചരാചരങ്ങൾ, അത് മുഴുവനാണ് ഇവിടെ ഉദ്ദേശം. അല്ലേ? സഹാബികളെ മുഴുവൻ ഉദ്ദേശിച്ചിട്ട് അൽ മുഹാജിറൂൻ വൽ അൻസാർ എന്ന് പറയും. മുഹാജിറുകൾ, അൻസാരികൾ എന്ന്. മുഹാജിറുകളും അൻസാരികളല്ലാത്തൊരു സഹാബികളുണ്ട്. പക്ഷേ മൊത്തത്തിൽ സഹാബികൾ എന്നതിന് അൽ മുഹാജിറൂൻ വൽ അൻസാർ എന്ന് പറയുന്നത് പോലെയാണ് ഈ പ്രയോഗം. ഭാഷയുടെ ഒരു പ്രത്യേകതയാണത്. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വമാ ലഹും ഫീഹിമാ മിൻ ശിർകിൻ വമാ ലഹു മിൻഹും മിൻ ദഹീർ. വമാ ലഹും അവർക്ക് ഇല്ല, അവർക്കില്ല എന്ന് പറഞ്ഞാൽ ഈ ആലിഹത്തിന് ഇല്ല. ഫീഹിമ, ഫീഹിമ എന്ന് പറഞ്ഞാൽ ഫിസ്സമാവാതി വലാ ഫിൽ അർദ് എന്ന് പറഞ്ഞേ, വാനങ്ങളിലും ഭൂമിയിലും അവർക്കില്ല. മിൻ ശിർകിൻ, മിൻ ശിർകിൻ എന്ന് പറഞ്ഞാൽ ഒരു പങ്കാളിത്തവും. ഷിർക്ക് എന്ന് പറഞ്ഞാൽ പങ്കാളിത്തം. അവിടെ വമാ ലഹും ഫീഹിമ ശിർക്കുൻ എന്ന് പറയാതെ മിൻ ശിർക്കിൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ മിന്ന് പ്രയോഗിച്ചതിൽ യാതൊരു പങ്കാളിത്തവും ഇല്ല എന്നർത്ഥം. ഷിർക്ക് എന്ന് പറഞ്ഞാൽ പങ്കാളിത്തം. അതിനാണ് ശരീക്ക് എന്നുള്ളത്. ശരീക്ക് എന്ന് പറഞ്ഞാൽ കൂറുകാരൻ, പങ്കാളി എന്ന അർത്ഥത്തിൽ. ഇവിടെ വമാ ലഹും ഫീഹിമ മിൻ ശിർക്കിൻ എന്ന് പറഞ്ഞെങ്കിൽ യാതൊരു പങ്കാളിത്തവും ഫീഹിമ അവയുടെ വിഷയത്തിൽ, സമാവാത്തിൻ്റെയും അർദിൻ്റെയും വിഷയത്തിൽ അവർക്കില്ല എന്നാണ്. അത് ഈ സമാവാത്ത് അതിനെ സൃഷ്ടിക്കുന്ന വിഷയമാകട്ടെ, അതേപോലെ തന്നെ തദ്ബീർ നിയന്ത്രിക്കുന്ന വിഷയത്തിലാകട്ടെ, അതേപോലെ തന്നെ മിൽക്ക് ഉടമപ്പെടുത്തുന്ന വിഷയമാകട്ടെ, ഇതിലൊന്നുമില്ല എന്നുള്ളതാണ്. സൃഷ്ടിപ്പിലാകട്ടെ, നിയന്ത്രിക്കുന്നതിലാകട്ടെ, ഉടമപ്പെടുത്തുന്ന വിഷയത്തിലാകട്ടെ, വാനങ്ങളുടെയും ഭൂമിയുടെയും വിഷയത്തിൽ യാതൊരു പങ്കാളിത്തവും ഈ ഇലാഹുകൾക്ക് ഇല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ അസന്നിഗ്ധമായിട്ട് പറയാണ്. എന്ന് മാത്രമല്ല വമാലഹു മിൻഹും, വമാലഹു അവനില്ല, അവനില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനില്ല. വമാലഹു, ലഹു പറഞ്ഞാൽ അവന്, മാലഹു അവനില്ല. വമാലഹു മിൻഹും ഇവരിൽ നിന്ന്, ഈ ഇലാഹുകളിൽ നിന്ന് അള്ളാഹുവിനില്ല. മിൻ ബഹീരിൻ, ബഹീർ എന്ന് പറഞ്ഞെങ്കിൽ സഹായി. മിൻ ബഹീർ എന്ന് പറഞ്ഞാൽ ഇവിടെ മിൻ പറഞ്ഞതുപോലെ തന്നെ യാതൊരു സഹായിയും എന്ന അർത്ഥത്തിലാണ് മിൻ. ഇതൊക്കെ സായിദത്തിൻ്റെ മിൻ എന്ന് പറയും. അത് തൗക്കീദിന് വേണ്ടിയാണ് കൊണ്ടുവരുന്നത്. അപ്പോഴാണ് യാതൊരു സഹായിയും എന്ന് ഇവിടെ പറയുന്നത്. ബഹീർ എന്ന് പറഞ്ഞെങ്കിൽ സഹായി. വൽ മലായികത്തു ബഅദ ദാലിക ബഹീർ എന്ന് പറഞ്ഞത്, ബഹീർ എന്ന് പറഞ്ഞാൽ സഹായി. അപ്പോൾ യാതൊരു സഹായിയും ഇല്ല എന്നുള്ളതാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഫീദാണ്. റബ്ബുക അലാ കുല്ലി ഷൈഇൻ ഹഫീദ് എന്നാണ് ഇതിൻ്റെ തൊട്ടുമുമ്പ് പറഞ്ഞു വെച്ചത്. താങ്കളുടെ റബ്ബ് എല്ലാത്തിനെയും ഹഫീദാണ്, സംരക്ഷകനാണ്, കാക്കുന്നവനാണ്, ഏറ്റെടുത്ത് സുരക്ഷിതമാക്കി കൊണ്ടു നടക്കുന്നവനാണ്. എന്നിട്ട് ആ അള്ളാഹുവിനെ
വിട്ടുവെച്ചും വിഗണിച്ചും അല്ലെങ്കിൽ അള്ളാഹുവിനെ കൂടാതെ മറ്റു പലരെയും സംരക്ഷകരായി കാവൽക്കാരായിട്ട് സ്വീകരിക്കുന്ന ആളുകൾ, ബഹുദൈവ വിശ്വാസികൾ ഉണ്ട്. അവരോട് ചോദിക്കാൻ പറയാണ്, ഉദുഉല്ലദീന സഅംതും മിൻ ദൂനില്ലാഹ്, അള്ളാഹുവെ കൂടാതെ നിങ്ങൾ ആരെ ആരാധ്യന്മാരായി ജൽപ്പിച്ചുവോ അവരെ വിളിക്കൂ. എന്നാൽ വിളിക്കാൻ വേണ്ടിയിട്ടല്ല. പിന്നെയോ നിങ്ങൾ അവരെ വിളിക്കുന്നുവെങ്കിൽ ആ വിളിക്കുന്നവർ ആരാണ് ഈ കാര്യം ബോധ്യപ്പെടുത്താനാണ്. ലാ യംലികൂന മിസ്കാല ദർറത്തിൻ ഫിസ് സമാവാതി വലാ ഫിൽ അർദ്. ആ വിളിക്കപ്പെടുന്നവർ വാനങ്ങളിലാകട്ടെ ഭൂമിയിലാകട്ടെ ഒരു ദർറത്തിൻ്റെ തൂക്കമെങ്കിലും ഉടമപ്പെടുത്താത്തവരാകുന്നു എന്ന് മാത്രമല്ല, വമാലഹും ഫീഹിമാ മിൻ ശിർക്കിൻ, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലാകട്ടെ നിയന്ത്രണത്തിലാകട്ടെ ഉടമപ്പെടുത്തുന്നതിലാകട്ടെ കൈകാര്യകർത്തൃത്വത്തിലാകട്ടെ അവർക്ക് യാതൊരു പങ്കാളിത്തവും ഇല്ല. അങ്ങനെയുള്ളവരാണവർ. വമാലഹു മിൻഹും മിൻ ബഹീർ, ആ ആരാധ്യന്മാരിൽ നിന്ന് അള്ളാഹുവിന് യാതൊരു സഹായികളും ഇല്ല. അങ്ങനെയുള്ളവരാണ് നിങ്ങൾ വിളിച്ച് തേടുന്നവർ, പ്രാർത്ഥിക്കുന്നവർ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉണർത്തുകയാണ്. ഇതേപോലെ നമ്മൾ വേറെയും വചനങ്ങൾ ഇപ്പോൾ സൂറത്തുൽ ഇസ്രാ നമ്മൾ എടുത്തു പോയപ്പോൾ പഠിച്ചിട്ടുണ്ട്. അവിടെ സൂറത്തുൽ ഇസ്രായിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഖുൽ ഉദ്ഉൽ ലദീന സഅംതും മിൻ ദൂനിഹി ഫലാ യംലികൂന കശ്ഫദ് ദുർരി അൻകും വലാ തഹ്വീല എന്നാണ്. ഇതേപോലെ തന്നെ ഉദ്ഉൽ ലദീന സഅംതും മിൻ ദൂനിഹി, അള്ളാഹുവെ കൂടാതെ അല്ലെങ്കിൽ അള്ളാഹുവോടൊപ്പം നിങ്ങൾ ജൽപ്പിച്ച ആരാധ്യന്മാർ അവരെ വിളിച്ചു നോക്കൂ. എന്താ പറഞ്ഞത്? ഫലാ യംലികൂന കശ്ഫദ് ദുർരി അൻകും എന്നാണ്. ഫലാ യംലികൂൻ, അവർ ഉടമപ്പെടുത്തുന്നില്ല. കശ്ഫദ് ദുർരി അൻകും എന്നാണ് നമ്മൾ പഠിച്ചു പോയതാണ്. കശ്ഫദ് ദുർ എന്ന് പറഞ്ഞാൽ എന്താ? ദുരിതം പോക്കൽ, അനിഷ്ടം മാറ്റൽ, അപ്രിയമായതും അരോചകമായതും വിനയായതുമൊക്കെ ഒഴിവാക്കൽ. ഇതൊന്നും അവർ ഉടമപ്പെടുത്തുന്നില്ല. ഫലാ യംലികൂന കശ്ഫദ് ദുർരി അൻകും, നിങ്ങളെ തൊട്ട് ഈ ദുർറ് പോക്കുക എന്നുള്ള, ദുരിതം പോക്കുക, അനിഷ്ടം നീക്കുക എന്നുള്ളത് അവർ ഉടമപ്പെടുത്തുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അസന്നിഗ്ധമായിട്ട് പറയുകയാണ്. മാത്രമല്ല വലാ തഹ്വീല എന്നാണ്. വലാ തഹ്വീല. നോക്കൂ, നിങ്ങൾ ഈ ആരാധിക്കപ്പെടുന്നവരുടെ അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വലാ തഹ്വീല. നമ്മൾ പഠിച്ചു പോയതാണ് ഇസ്രായേൽ. എന്താ ഈ വലാ തഹ്വീല എന്ന് പറഞ്ഞാൽ? ഒരാളിൽ നിന്ന് ഒരു പ്രയാസം മറ്റൊരാളിലേക്ക് മാറ്റാൻ, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് തഹ്വീൽ ചെയ്യുക, മാറ്റുക. അല്ലെങ്കിൽ ഒരവസ്ഥയെ മറ്റൊരവസ്ഥയാക്കിയിട്ട് മാറ്റുക. ഇപ്പോൾ ഒരു ആൾ പിന്നെ ദരിദ്രനാണ്, അയാളുടെ ദാരിദ്ര്യാവസ്ഥ ഐശ്വര്യാവസ്ഥ ആക്കിയിട്ട് മാറ്റുക. അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ വരൾച്ചയാണ്, കെടുതിയാണ്, ആ വരൾച്ച മാറ്റിയിട്ട് പിന്നെ ധന്യത നൽകുക. ക്ഷാമം മാറ്റിയിട്ട് ക്ഷേമം നൽകുക. അല്ലെങ്കിൽ രോഗമാണ്, ആ രോഗം മാറ്റിയിട്ട് ആരോഗ്യം പകരുക. ഇതാണ് തഹ്വീൽ അല്ലേ? ഒരവസ്ഥയെ മറ്റൊരവസ്ഥയാക്കി മാറ്റുക, അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് മാറ്റുക. ഇതൊന്നും ഉടമപ്പെടുത്താത്തവരാണ് ഫലാ യംലികൂന കശ്ഫദ് ദുർരി അൻകും വലാ തഹ്വീല എന്ന് പറയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല. ആരെക്കുറിച്ചാണ് പറയുന്നത്? ഉദ്ഉൽ ലദീന സഅംതും മിൻ ദൂനിഹി, അള്ളാഹുവെ കൂടാതെ ആരാധ്യന്മാരായി നിങ്ങൾ ജൽപ്പിച്ചവർ അവരെ വിളിച്ചു നോക്കൂ, അവരെക്കുറിച്ചാണ് ഈ പറയുന്നത്. ഇതേപോലെ ധാരാളം പിന്നെ വചനങ്ങൾ കാണാം ഈ ഒരു പിന്നെ വിഷയത്തിൽ. അള്ളാഹു അല്ലാത്തവരെ സംരക്ഷകരായി കാവൽക്കാരായി രക്ഷാകർത്തൃത്വത്തിൻ്റെ വക്താക്കളായിട്ട് ജൽപ്പിക്കുന്ന വാദിക്കുന്ന ആളുകളുടെ വിഷയത്തിൽ അള്ളാഹു പറഞ്ഞു വറബ്ബുക അലാ കുല്ലി ഷൈഇൻ ഹഫീദ്. പക്ഷേ കാവൽക്കാരായി രക്ഷകരായിട്ട് പലരെയും അള്ളാഹുവെ കൂടാതെ വിശ്വസിക്കുന്നവരും വാദിക്കുന്നവരുമുണ്ട്. അവരുടെ നിജസ്ഥിതി എന്ത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉണർത്തുകയാണ്. ഈ ആയത്ത്, ഇതുപോലത്തെ ആയത്ത് നമ്മളെ അറിയിക്കുന്നത് തൗഹീദിൻ്റെ മഹത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം ആരാധ്യൻ, അള്ളാഹു മാത്രം ദുആഇന് അർഹൻ, അള്ളാഹുവിനോടാണ് രക്ഷാത്തേട്ടം, അള്ളാഹുവിനോടാണ് അഭയത്തേട്ടം, അള്ളാഹുവിനോടാണ് കാവൽ തേടേണ്ടത്. അള്ളാഹുവിൻ്റെ ഹിഫ്ദ്, അള്ളാഹു ആണല്ലോ ഖൈറുൻ ഹാഫിള വഹുവ അർഹമുർ റാഹിമീൻ. അപ്പോൾ അള്ളാഹുവിനോട് മാത്രമാണ് രക്ഷാത്തേട്ടം എന്ന തൗഹീദിനെയാണ് പഠിപ്പിക്കുന്നത്. ഷിർക്കിലേക്ക് ആളുകൾ പോകരുത്. ഷിർക്കിൻ്റെ അപകടം പലതാണ്. അതിൽപ്പെട്ടതാണ് അള്ളാഹുവിൽ പങ്കുചേർത്ത ആളുകൾ ഒന്നും ഉടമപ്പെടുത്തുന്നില്ല എന്നുള്ളതും
അവർക്ക് യാതൊരു കഴിവും ശേഷിയുമില്ല എന്നുള്ളത് ഇതിൽപ്പെട്ടതാണ്. മനസ്സിലായോ? ഞാനിവിടെ ചരിത്രം ഓർക്കുന്നത് ഇമാം അബുൽ വലീദുൽ ബാജി, ഞാൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സിൽ പറയുന്ന ഒരു പണ്ഡിതനാണ്, ഫഖീഹ്. ഈ അബുൽ വലീദുൽ ബാജി മാലിക്കി മദ്ഹബിലെ സുപ്രസിദ്ധ പണ്ഡിതനാണ്. നമ്മൾ സ്പെയിൻ്റെ ഒക്കെ ചരിത്രം വായിക്കുമ്പോൾ, അതേപോലെ തന്നെ സ്പെയിൻ പോലത്തെ നാടുകളിൽ നിന്ന് പ്രസിദ്ധരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ, ഖാദിമാരൊക്കെ വായിക്കുമ്പോൾ അബുൽ വലീദുൽ ബാജി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു സുപ്രധാന വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന് 2 ആൺമക്കളുണ്ടായിരുന്നു. അവർക്ക് നൽകിയ ഒരു നസീഹത്തുണ്ട്, വസിയ്യത്ത്. അതൊരു കുറേ വിഷയങ്ങളാണ്. അത് രചനയായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്, അതൊരു ഗ്രന്ഥമാണ്. പക്ഷെ അതിൽ അബുൽ വലീദുൽ ബാജി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ മക്കളോട് നൽകുന്ന വസിയ്യത്തിൽ അവ്വലു ഷൈഇൻ അൻസഹു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആദ്യം നൽകുന്ന വസിയ്യത്ത് അൻസഹുകുമ എന്ന് അദ്ദേഹം പറയുന്നത് മാ വസ്സാബിഹി ഇബ്രാഹിമു ബനീഹി വ യാക്കൂബ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മക്കളോട്, യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മക്കളോട് നൽകിയ വസിയ്യത്താണ് എന്ന് പറഞ്ഞിട്ട് ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ അദ്ദേഹം തൗഹീദിനെ കുറിച്ചാണ് ആദ്യത്തെ വസിയ്യത്ത് അദ്ദേഹം നൽകുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ പിന്നെ ആവർത്തിച്ച് പറയുന്നതും വ്യക്തമായിട്ട് പറയുന്നതും നിങ്ങളോട് ഈ ഒരു വസിയ്യത്താണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ മക്കളോട് നൽകിയ വസിയ്യത്ത്, അതേപോലെ യാക്കൂബും അലൈഹിസ്സലാം തൻ്റെ മക്കളോട് നൽകിയ വസിയ്യത്ത്, തൗഹീദിനെ കാത്തു സൂക്ഷിക്കാൻ അദ്ദേഹം നൽകിയ വസിയ്യത്ത്. പിന്നെ അതേപോലെ നസീഹത്ത്, അദ്ദേഹത്തിൻ്റെ ആ വസിയ്യത്തിൻ്റെ അടുത്ത് വിട്ടുപോയ പ്രയോഗം പിന്നെ അവ്വലു ഷൈഇൻ ആമുറുക്കുമ, ആദ്യമായിട്ട് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് മാ വസ ബിഹി ഇബ്രാഹിമു ബനീഹി വ യാക്കൂബ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, തൗഹീദിൻ്റെ വിഷയം പറയുന്നത്. പിന്നെ അദ്ദേഹം പിന്നെ അവ്വലു ഷൈഇൻ അൻഹ അൻകുമ, ആദ്യമായി ഞാൻ നിങ്ങളെ തൊട്ട് പിന്നെ വിലക്കുന്നത് മാനഹ ലുഖ്മാനു അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്നഹു, ഇബ്രാഹിം ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മകനെ തൊട്ട് വിലക്കിയ വിഷയമാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അദീം, മകനെ നീ അള്ളാഹുവിൽ പങ്കു ചേർക്കല്ലേ, ഷിർക്ക് എന്നാൽ അത് മഹാ അക്രമമാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ ഷിർക്കിനെ പിന്നെ വിലക്കിക്കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ നസീഹത്ത് തുടർത്തുന്നുണ്ട്. ഞാൻ ഈ പിന്നെ പ്രയോഗിച്ച പദങ്ങൾ പിന്നെ കൃത്യലാശയാണ് ഞാൻ നിങ്ങളെ ഉണർത്തിയത്. ഏതായാലും ഇമാം അബുൽ വലീദുൽ ബാജിയുടെ ആ നസീഹത്ത്, മക്കളോടുള്ള ആ നസീഹത്ത്, മരണാനന്തരം മക്കൾ പ്രത്യേകം സൂക്ഷിക്കാൻ, ജീവിതകാലത്തുള്ളവിൽ മക്കൾ പ്രത്യേകം, അത് അബുൽ വലീദുൽ ബാജിൻ്റെ ജീവിതകാലത്തും മരണാനന്തരവും മക്കൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ധാരാളമായിട്ട് നിസ്കാരത്തെക്കുറിച്ചും അതേപോലെ തന്നെ പിന്നെ പഠനത്തെക്കുറിച്ചും മറ്റു കാര്യങ്ങളൊക്കെ അദ്ദേഹം അതിലെന്ത് ചെയ്യേണ്ടി കൊടുക്കുന്നുണ്ട്. അദ്ദേഹം ഒരു മഹൽ രചനയായിട്ട് ഇറങ്ങിയിട്ടുമുണ്ട് കേട്ടോ ഈ ഒരു നസീഹത്ത്. പറഞ്ഞു വരുന്നത് പിന്നെ ഈ ഒരു വിഷയം, തൗഹീദിൻ്റെ വിഷയം, അതേപോലെ തന്നെ ഷിർക്കിൻ്റെ ഗൗരവം, അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ ആ ഒരു പിന്നെ വിഷയമാണ് പ്രത്യേകം നമ്മളെ ഉണർത്തുന്നത്, നമ്മളെ പഠിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് പിന്നെ ശഫാഅത്തുമായി ബന്ധപ്പെട്ടുള്ളതായ വിഷയമാണ് 23-ാം വചനം. നമുക്ക് ഇൻഷാ അല്ലാഹ് വഴിയെ ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ് ദ്വാരക്കാന്ന് അർത്ഥം പറഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല, നമ്മൾ ദ്വാരുന്നോളി. പക്ഷെ അവരിതൊന്നും ഉടമപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത്. ദ്വാ പല അർത്ഥത്തിന് വരുമല്ലോ, പക്ഷെ അവിടെ ഭാഷാ അർത്ഥത്തിലാണ് ഞാൻ തഫ്സീറിൽ വായിച്ചത്. നാദു, നിങ്ങൾ വിളിക്കൂ. പിന്നെ ഈ ദ്വാ ഇരക്കപ്പെടുന്നവരുടെ മേൽ നിരാകരിക്കപ്പെടുന്ന ഈ കാര്യങ്ങളുണ്ടല്ലോ, അത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വിളിച്ചു നോക്കൂ എന്ന അർത്ഥത്തിൽ പറഞ്ഞാണ് എന്നുള്ളതാണ് ഞാൻ തഫ്സീറിൽ വായിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ ഫദ്ഉഹും അങ്ങനെ എത്ര സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, തഅജീസിന് വേണ്ടിയിട്ട് വെല്ലുവിളിയുടെ ഭാഷയിൽ ഒക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് ഒന്നും ദ്വാരക്കാൻ വേണ്ടിയിട്ടുള്ള കൽപ്പനയല്ല, ദ്വാരക്കാൻ പാടില്ല എന്നുള്ളത് അറിയിക്കാനുള്ള കൽപ്പനയാണ്. വമാ ദുആഉൽ കാഫിരീന ഇല്ലാ ഫി ളലാൽ വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റുസുലിന എന്നൊക്കെ പറയല്ലേ, അത് ചോദിക്കാനല്ലല്ലോ, ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള, ദ്വാരക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യപ്പെടലാണത്. ഖുർആൻ്റെ ശൈലി, അറബി ഭാഷൻ്റെ പ്രത്യേകത, ഇതൊക്കെ അറിഞ്ഞിട്ടും അറിയാത്തത് നടിക്കണതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒക്കെ ദുർവ്യാഖ്യാനങ്ങൾ വരുന്നത്.
അല്ലാഹുൽ മുസ്തആൻ. ഇനി ഇവിടെ നാലാമത്തെ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിരാകരിക്കുന്നത് വലാ തൻഫഉ ശഫാഅതു ഇൻദഹു ഇല്ലാ ലിമൻ അദിന ലഹു ഹത്താ ഇദാ ഫുസ്സിഅ അൻ ഖുലൂബിഹിം ഖാലൂ മാദാ ഖാല റബ്ബുക്കും ഖാലുൽ ഹഖ് വഹുവൽ അലിയ്യുൽ കബീർ. വലാ തൻഫഉ ശഫാഅ ഇൻദഹു, ഇവിടെ വലാ തൻഫഉ ശഫാഅതു ഇൻദഹു. എന്താ ഈ ഷഫാഅത്ത്? അസ്ലൻ ഷഫാഅത്ത് ശുപാർശയാണ്. അത് തലബുൽ ഖൈറാണ്, ഖൈർ ആവശ്യപ്പെടലാണ്. ലിൽ ഖൈർ, ലിൽ ഖൈർ എന്ന് പറഞ്ഞാൽ എന്താ? മറ്റുള്ളവർക്ക് വേണ്ടി. എവിടെ? ഇന്ദൽ ഖൈർ എന്നാണ് അതിന് തഫ്സീർ. തലബുൽ ഖൈർ, ഖൈർ തേടലാണ്. ലിൽ ഖൈർ, മറ്റൊരാൾക്ക് വേണ്ടി. ഇന്ദൽ ഖൈർ, മറ്റൊരാളുടെ അടുക്കൽ. ഒരാൾക്ക് വേണ്ടി ഒരാളുടെ അടുക്കൽ വല്ല നന്മയും തേടുന്നതിനാണ് ശഫാഅത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ആരാധിക്കുന്നവർക്ക് വേണ്ടി ഖൈറിനെ തേടുക, ആരാധിക്കുന്നവർക്ക് വേണ്ടി ഖൈറിനെ തേടുക. ഇന്ദൽ ഖൈർ എന്നാണ് മറ്റുള്ളവർക്ക് അള്ളാൻ്റെ അടുക്കൽ. അതാണ് ഇവിടെ വിഷയം. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ആരാധ്യരോട് തേടും ഷഫായത്തിന്. അള്ളാൻ്റെ അടുക്കൽ ഞങ്ങൾക്ക് നേടിത്തരണേ, ഞങ്ങൾ അള്ളാഹിൽ നിന്ന് ഞങ്ങൾക്ക് സാധിച്ചു തരണേ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വലാ തൻഫഉ ശഫാഅ, ഷഫാഅത്ത് ഉപകരിക്കൂല. ഇൻദഹു, അള്ളാൻ്റെ അടുക്കൽ. അങ്ങനെ ഓടിച്ചെന്ന് പാഞ്ഞു ചെന്ന് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നേടുന്ന വിഷയമല്ല. ഇല്ലാ ലിമൻ അദിന ലഹു, അള്ളാഹു അനുവാദം സമ്മതം നൽകിയവർക്കല്ലാതെ. ശുപാർശ പറയാനും ആർക്ക് വേണ്ടി ശുപാർശ പറയുന്ന അവർക്കും അള്ളാഹിൻ്റെ സമ്മതം ഉണ്ടെങ്കിൽ അല്ലാതെ ഷഫാഅത്ത് ഉപകരിക്കൂല. ഇതാണ് അള്ളാഹു പറയുന്നത്. അപ്പോൾ ഇവിടെ നാലാമത്തെ കാര്യം ഏതാണ്? നാലാമത്തെ കാര്യം ഏതാണ്? ഈ ആരാധന്മാരിൽ നിരാകരിക്കുന്നത് അവർ ശുപാർശക്കാരാണെന്ന് പറഞ്ഞിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? അവരെ വിളിക്കുന്നത്. പക്ഷേ അള്ളാഹു പറയാണ് അള്ളാഹു സമ്മതം നൽകിയവരും അള്ളാഹു ആർക്ക് വേണ്ടി ഷഫായത്ത് പറയാൻ സമ്മതം നൽകിയ അവരും അവർക്കല്ലാതെ ഷഫായത്ത് അള്ളാഹിൻ്റെ അടുക്കൽ ഉപകരിക്കുകയേ ഇല്ല. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രസ്താവിച്ചതിന് ശേഷം ഈ ആരാധിക്കപ്പെട്ടവരിൽ, ലോകത്തെ ആരാധിക്കപ്പെട്ടവരിൽ പലരുണ്ട്. മനുഷ്യരുണ്ട്, മലക്കുകളുണ്ട്, ജിന്നുകളുണ്ട്, ഇങ്ങനെ പലരുണ്ട് അല്ലേ. ഈ പടപ്പുകൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കരുത്തന്മാരായ പടപ്പുകളാരാ? മലക്കുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ എത്ര ദുർബലർ അള്ളാഹുവിന് മുമ്പിൽ, അതേപോലെ തന്നെ ഇത്രമാത്രം പരിമിതിയുള്ളവർ എന്നതിൻ്റെ ഒരു ഉദാഹരണം ഇവിടെ കൊണ്ടുവരികയാണ്. അള്ളാഹുവെ കൂടാതെ ലോകത്ത് പലരും ആരാധിക്കപ്പെടുന്നു. അതിൽ ഇൻസുണ്ട്, അതിൽ ജിന്നുണ്ട്, അതിൽ മലക്കുണ്ട്, അതിൽ മറ്റു പല പടപ്പുകളുമുണ്ട്. പക്ഷേ ഈ സൃഷ്ടികളെ നോക്കുമ്പോൾ ഏറ്റവും ശക്തമായിട്ടുള്ള സൃഷ്ടി ആരാണ്? മലക്കുകളാണ്, അള്ളാഹുവിൻ്റെ മലക്കുകളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മലക്കുകളെ ഇവിടെ ഒരു ഉദാഹരണമായിട്ട് കൊണ്ടുവരണം. അവർക്ക് എത്രമാത്രം പരിമിതി ഉണ്ട് എന്നുള്ള വിഷയം. മലക്കുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മലക്കിനെ കുറിച്ച് പറഞ്ഞത് ഇന്നല്ലാഹ അദിന ലി അൻ അതകല്ലമ അൻ ദീഖ് എന്നാണ്. അല്ലെങ്കിൽ ചില റിപ്പോർട്ടിൽ അൻ മലക്കിൻ യുഖാലു ലഹു ദീഖ്, ദീഖ് എന്ന് പറയുന്ന ഒരു മലക്കിനെ കുറിച്ച് പറയാൻ അള്ളാഹു എനിക്ക് അനുവാദം നൽകി, എന്നോട് പറഞ്ഞു എന്നാണ്. ദീഖ് എന്ന പേരുള്ള, ദീഖ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? പൂവൻകോഴിക്കല്ല പറയാം. ആ മലക്കിൻ്റെ ഒരു ശക്കിൽ അതുപോലെ ആയിരിക്കാം. എന്തായാലും ദീഖ് എന്നാണ് അതിൻ്റെ പേര്. ദീഖ് എന്നുള്ള മലക്കിൻ്റെ കുറിച്ച് പറയാൻ എനിക്ക് അനുവാദം നൽകി, എന്നോട് പറഞ്ഞു എന്നാണ്. എന്താ അതിൻ്റെ പ്രത്യേകത? അതിന് 2 കാലുകൾ ഭൂമിയിൽ, വഉനുഖുഹു മുൻസനിൻ തഹ്തൽ അർശ് എന്നാണ്. ആ ദീഖിൻ്റെ പെരടി മുൻസനിൻ തഹ്തൽ അർശ്, അർശിന് ചുവട്ടിൽ ഇങ്ങനെ മടക്കിയിട്ടാണെന്നാണ്. അർശിന് ചുവട്ടിൽ ഇങ്ങനെ കുനിഞ്ഞുകൊണ്ടാണ് അതിൻ്റെ പെരടി ഉള്ളത് എന്നാണ്. ദീഖ് എന്ന് പറയുന്ന ഒരു മലക്കിനെ കുറിച്ചാണ് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്നിട്ട് ആ മലക്ക് പറയണത് സുബ്ഹാനക് മാ അഅളമക റബ്ബന എന്നാണ്. ആ മലക്ക് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് 2 കാലുകൾ മണ്ണിൽ, അതിൻ്റെ പെരടി അർശിന് ചുവട്ടിൽ. അപ്പോൾ എത്ര വലിയ മലക്കാണത്! അത് പറയാണ് സുബ്ഹാനക് മാ അഅളമക് റബ്ബന, ഞങ്ങളുടെ റബ്ബേ നീ എത്ര മഹനീയൻ,
സുബ്ഹാനക്, നിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. ഇതാണ് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അള്ളാഹു ആ മലക്കിനോട് പറയുന്നതാണ്, എന്താ പറയുക, ലാ യഅലമു ദാലിക മൻ ഹലഫ ബി കാദിബൻ. എൻ്റെ ഈ മഹത്തുണ്ടല്ലോ അത് അറിയൂല മൻ ഹലഫ ബി കാദിബൻ. എന്താ മൻ ഹലഫ ബി കാദിബൻ? കള്ളസത്യം എന്നെ കൊണ്ട് ചെയ്തവൻ. പഠിച്ചവനെ നിർത്തിയിട്ട് വല്ലാഹി വല്ലാഹി എന്നിട്ട് കള്ളസത്യം ചെയ്യുന്നവന് അതറിയാൻ കഴിയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ്. അതുകൊണ്ടല്ലേ അള്ളാഹിനെ വലിപ്പറിഞ്ഞിരുന്നെങ്കിൽ കളവിനെ അവൻ അള്ളാഹിനെ സത്യം ചെയ്യും, സാക്ഷിയാക്കുക. കള്ളം പറയുന്നതിന് സാക്ഷിയാക്കലാണല്ലോ സത്യം ചെയ്യൽ. അത് ആ പണി അവൻ ചെയ്യണത് എന്തുകൊണ്ടാണ്? അള്ളാഹിൻ്റെ മഹത്ത് അറിയാത്തതുകൊണ്ടാണ്. ആ ദീക്കിനോട് അള്ളാഹു അങ്ങനെ പ്രതികരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് സഹിഹായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസാണ്. അപ്പോൾ അവിടെ നോക്കി നിങ്ങൾ, അതാണ് ഒരു മലക്ക്. ആ മലക്ക് ജിബ്രീലിൻ്റെ താഴെയാണ്. ജിബ്രീൽ അതിനേക്കാൾ വലിപ്പാണ്. ജിബ്രീലിനെ റസൂലുള്ള കണ്ടത് എങ്ങനെ? 600 ചിറകുകൾ വിരിച്ച് ചക്രവാളം മുട്ട കണ്ടു എന്നാണ് ഒറിജിനൽ രൂപത്തിൽ. ഇത്ര വലിയ പടപ്പാണ് മലക്കുകൾ. അങ്ങനത്തെ മലക്കുകൾ എണ്ണിയാൽ ഒടുങ്ങാത്ത മലക്കുകളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മാനവരിൽ പലരും ആരാധിച്ചിരുന്ന മലക്കുകളുടെ പരിമിതി എത്ര, മലക്കുകൾ എത്ര ദുർബലർ എന്നുള്ളതിന് ഉദാഹരിക്കുകയാണ് ഇവിടെ. എന്താ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? ഹത്താ ഇദാ ഫുസ്സിയ അൻ ഖുലൂബിഹിം ഖാലൂ മാദാ ഖാല റബ്ബുക്കും ഖാലുൽ ഹഖ് വഹുവൽ അലിയുൽ കബീർ. ഹത്താ ഇദാ ഫുസ്സിയ, എത്രത്തോളം, ഏതുവരെ, അതാണ് ഹത്ത. ഇദാ ഫുസ്സിയ അൻ ഖുലൂബിഹിം, അവരുടെ കൽബുകളിൽ നിന്ന് പേടി നീങ്ങിയാൽ. ഫുസ്സിയ, ഫസ എന്ന് പറഞ്ഞാൽ എന്താ? ഫസ എന്ന് പറഞ്ഞാൽ പേടിയാണ്. ഫസ അൽ ഫസഉൽ അക്ബർ എന്നറിയും, വലിയ പേടി. അന്ത്യനാൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ആളുകൾക്കുള്ള പേടിനെ കുറിച്ചാണ് അൽ ഫസഉൽ അക്ബർ എന്ന് പറയാം. ലാ യഹ്സനുഹുമുൽ ഫസഉൽ അക്ബർ, ആ വലിയ പേടി അവർക്ക് പ്രശ്നം ഉണ്ടാക്കൂല എന്ന് പറയല്ലേ. വലിയ പേടി അന്ത്യനാൾ ഇവിടെ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന പേടിയാണ്. അപ്പോഴാണ് ഗർഭിണികൾ പ്രസവിച്ചു പോവുക. യൗമ യജാലുൽ വിൽദാനു ശീബ, കുട്ടികൾക്ക് വരെ നിര വന്ന് പോവുക പേടിച്ചിട്ട്. ആ പേടി ഫസ എന്നാണ്. അതാണ് വഹും മിൻ ഫസഇ യൗമഇദിൻ ആമിനൂൻ എന്നൊക്കെ പറയല്ലേ. അന്നാളിലെ പേടിയെക്കുറിച്ച് അവർ നിർഭയരായിരിക്കും എന്നൊക്കെ പറയല്ലേ. ഫസ പേടിയാണ്. പക്ഷേ ഇവിടെ ഫുസ്സിഅ അൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായി? പേടി നീങ്ങലായി. ഈ അന്ന് വന്നതോടുകൂടി നേരെ അർത്ഥം എതിരായി. ഫുസ്സിഅ എന്ന് പറഞ്ഞാൽ പേടി നീങ്ങി. ഹത്താ ഇദാ ഫുസ്സിയ അൻ ഖുലൂബിഹിം, അവരുടെ കൽബുകളിൽ നിന്ന് പേടി നീങ്ങിയാൽ. ഖാലു, അവർ ചോദിക്കും, മാദാ ഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് എന്താണ് പറഞ്ഞത്? ഖാലു, അപ്പോൾ അവർ പറയും, അൽ ഹഖ്, റബ്ബ് പറഞ്ഞത് അൽ ഖൗൽ അൽ ഹഖ്, സത്യമായ വാക്കാകുന്നു. സത്യമായ വാക്കാണ് പറഞ്ഞിരിക്കുന്നത്, സത്യവചനമാണ് പറഞ്ഞിരിക്കുന്നത്. വിശദീകരിക്കാം. വഹുവൽ അലിയുൽ കബീർ, അവൻ അള്ളാഹു അൽ അലിയുൽ കബീർ. അൽ അലി എന്ന് പറഞ്ഞാൽ അത്യുന്നതൻ, അൽ കബീർ എന്ന് പറഞ്ഞാൽ വലിയവൻ. വലിയവൻ അലി എന്ന് പറഞ്ഞാൽ അലിയ, ഔന്നത്യം ഉള്ളവൻ. അൽ കബീർ എന്ന് പറഞ്ഞാൽ കിബിരിയ, വലിപ്പം ഉള്ളവൻ എന്നാണ്. ഇവിടെ വിഷയം ഇത് കുറേ തഫ്സീർ പറയപ്പെട്ടൊരു ഭാഗമാണിത്. ഇത് ദുനിയാവിലാണോ നടക്കുന്നത്, അതല്ല ആഖിറത്തിൽ നടക്കാനിരിക്കുന്നതാണോ ഈ സംഭാഷണം, അതല്ല ദുനിയാവിൽ നടന്ന സംഭാഷണമാണോ, ഇവിടെ ആരാണ് പറഞ്ഞത്, ചോദിച്ചത്, തുടങ്ങിയ ചില വിഷയങ്ങൾ. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഈ വിഷയത്തിൽ ഒരു തഫ്സീർ വന്നിട്ടുണ്ട്. ആ തഫ്സീർ ഇത് ദുനിയാവിൽ ഇവിടെ നടക്കുന്ന വിഷയമാണ്. ഇതിൻ്റെ ഉദ്ദേശം ഞാൻ പറഞ്ഞു, മലക്കുകളുടെ പേടിയാണ് ഇവിടെ വിഷയം. മലക്കുകളുടെ പേടിയാണ് ഇവിടെ വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിൽ ഒരു കാര്യം തീരുമാനിച്ച് അത് ബോധനം നൽകാൻ ഉദ്ദേശിച്ചാൽ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ ഖദല്ലാഹു അംറൻ ഫിസ്സമ, ആകാശത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം തീരുമാനിച്ചാൽ, നാദാ ജിബ്രീൽ, ജിബ്രീലിനെ വിളിക്കും എന്ന് പറഞ്ഞില്ലേ, ജിബ്രീലിനെ വിളിക്കും. ആ വിളി അതിവിടെ നടക്കുന്നതാണ്. അള്ളാഹു ഒരു കാര്യം തീരുമാനിച്ചിട്ട് ജിബ്രീലിനെ വിളിക്കുന്നതോടുകൂടി ജിബ്രീലും മലക്കുകളും ഒന്നായിട്ട് പേടിക്കുമെന്നാണ്. യുസ്അഖൂൻ എന്നാണ് ചില റിപ്പോർട്ടുകളിൽ. അവരൊന്നായിട്ട് പ്രജ്ഞയേറ്റ് വീഴുമെന്നാണ്, ബോധമറ്റ് വീഴുമെന്നാണ്. അവ്വലു മൻ യഫീഖ്, ആ വീണതിൽ നിന്ന് ആദ്യം എഴുന്നേൽക്കാരാണ് ജിബ്രീൽ. ജിബ്രീലാണ് എഴുന്നേൽക്കുക എന്നാണ്. എന്തിനാണ് അവർ പേടിച്ച് വീണത്? അന്ത്യനാൾ സംഭവിപ്പിക്കാൻ വേണ്ടിയിട്ട് അള്ളാൻ്റെ കൽപ്പനയാണോ എന്ന് വിചാരിച്ചിട്ടാണ്. അതായത് അന്ത്യനാൾ സംഭവിപ്പിക്കാൻ കാലത്തിലൂതാൻ പറയുമല്ലോ. അപ്പോൾ
അതിനു വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല വിളിച്ചതാണോ, അതിനാണോ അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത് എന്ന് പേടിച്ചിട്ടാണ് അവർ വീഴുന്നത് എന്നാണ്, മലക്കുകൾ വീഴുന്നത് എന്നാണ്. അപ്പോൾ മലക്കുകൾക്ക് പേടിയുണ്ടാകും. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല ജിബ്രീലിനെ വിളിച്ചിട്ട് പറയുന്നത് എന്താണ്? വഹി കൊടുക്കുന്ന വിഷയമാണ്. എന്താണോ വഹി കൊടുക്കുന്നത് അതാണ്. മലക്കുകൾ ഭയക്കുന്നതും പേടിക്കുന്നതും അന്ത്യനാൾ സംഭവിക്കുന്ന വിഷയമാണോ ബോധനം നൽകുന്നത് എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല ജിബ്രീലിനെ വിളിച്ചിട്ട് എന്ത് ചെയ്യും? കാര്യങ്ങൾ വഹി നൽകും. അത് ഹദീസിൽ വന്നിട്ടുണ്ട്, സഹിഹായ ഹദീസുകൾ വന്നിട്ടുണ്ട്. ബോധനം നൽകും. ബോധനം നൽകുമ്പോൾ മലക്കുകളുടെ ഈ സംസാരം ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് റസൂലുള്ളാഹി എന്താ പറഞ്ഞ ഹദീസിൽ? ആ ശബ്ദത്തിന് കഅന്നഹു സിൽസിലത്തുൻ അലാ സഫ്വാൻ എന്നാണ്. മിനുസമുള്ള പാറയിൽ ചങ്ങല വലിക്കുന്നത് പോലെ ഉള്ള ശബ്ദമാണ് എന്നാണ്. അത് ആ വഹീനാണെന്നും അതല്ല മലക്കുകളുടെ സംഭാഷണത്തിനാണ് എന്നും പ്രയോഗം അതിന് മനസ്സിലാക്കാൻ പറ്റും. റഹ്മക്കല്ലാ മനസ്സിലാക്കാൻ പറ്റും. ഏതായാലും ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഈ ഹത്ത ഇദാ ഫുസിയ അൻ ഖുലൂബിഹിം എന്നുള്ളത് അള്ളാഹു ആകാശത്തിൽ വഹി നൽകാൻ തീരുമാനിക്കുമ്പോൾ മലക്കുകൾക്കുണ്ടാകുന്ന പേടിയാണ്. മലക്കുകൾക്കുണ്ടാകുന്ന പേടിയാണ്. ആ പേടിയിൽ ജിബ്രീൽ ഉൾപ്പെടെയുള്ള മലക്കുകളൊക്കെയും വീഴും, അബോധാവസ്ഥയിൽ വീഴും, അല്ലെങ്കിൽ പ്രജ്ഞറ്റ് വീഴും. യുസ്അഖൂൻ. ആദ്യം അതിൽ നിന്ന് ഉണരുക ജിബ്രീലായിരിക്കും അലൈഹിസ്സലാം. അപ്പോൾ ജിബ്രീൽ എന്ത് ചെയ്യും? എന്താണ് അള്ളാഹു ഉദ്ദേശിച്ച വഹി അത് ജിബ്രീലിന് അള്ളാഹു പറയും, നൽകും. അതാണ് ഇവിടെ. അപ്പോൾ എന്തായി? എല്ലാവർക്കും പേടി പോയി. കാരണം അന്ത്യനാൾ സംഭവിപ്പിക്കാനല്ല വഹി ഉണ്ടാകും. അപ്പോൾ അതാണ് ഹത്ത ഇദാ ഫുസിയ അൻ ഖുലൂബിഹിം, അവരുടെയൊക്കെ കൽബുകളിൽ നിന്ന് പേടി നീങ്ങിയാൽ ഖാലു, അവർ ചോദിക്കും അന്യോന്യം, മാദാ ഖാല റബ്ബുക്കും, റബ്ബ് എന്താണ് പറഞ്ഞത്? അന്ത്യനാൾ സംഭവിപ്പിക്കാനാണ് അതല്ല മറ്റെന്തെങ്കിലും വിഷയമാണ്? അപ്പോൾ ഖാലു എല്ലാവരും പറയും അൽ ഹഖ്. കാരണം എന്താ? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വഹി കേട്ടു, പിന്നെ മലക്കുകളോട് പറഞ്ഞു, ഖാലു അൽ ഖൗൽ അൽ ഹഖ്, ഹക്കായ വാക്കാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് എന്ന് അവർ പറയും ആ വഹി നൽകിയ വിഷയത്തെക്കുറിച്ച്. വഹുവൽ അലിയുൽ കബീർ, അള്ളാഹു സുബ്ഹാനഹു വ തആല അത്യുന്നതനും വലിയവനുമാകുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തഫ്സീർ പ്രകാരം ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്ത് ഓതിയിട്ടാണ് ഇത് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇത് എവിടെ സംഭവിക്കണം? ദുനിയാവിൽ സംഭവിക്കുന്ന വിഷയമാണ്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മലക്കുകളുടെ പേടി ഇതെന്തിനാണ് ഉദാഹരിച്ചത്? ഈ CM മടവൂറും ഇനി അഹമ്മദ് റിഫായിയും അബ്ദുൽ ഖാദർ ജീലാനിയും ഇനി മറ്റേതെങ്കിലും ഷെയ്ഖുമാരും ഇനിയിപ്പോൾ ഈ ഉലകം കണ്ട ഈ ഇവർ പറയുന്ന പല ആളുകളുണ്ടല്ലോ, അവരെക്കാളൊക്കെ എത്രയോ ശക്തരും കരുത്തരുമാണ് അവർ മലക്കുകൾ. അവർ വരെ പേടിയുള്ളവരാണ്, അവർ വരെ ഭയപ്പാടിൽ കഴിയുന്നവരാണ്, അവരൊക്കെ പരിമിതിയുള്ളവരാണ്. ആ മലക്കുകളുടെ അവസ്ഥ ഇതാണ് എങ്കിൽ പിന്നെ അള്ളാഹു അല്ലാത്ത ആരാധിക്കപ്പെടുന്ന മറ്റുള്ളവരുടെ അവസ്ഥ എന്താണ്? അവരെത്ര ദുർബലരാണ് എന്നുള്ളതാണ് ഇവിടെ ഉണർത്തപ്പെടുന്നൊരു വിഷയം. ഇതിൻ്റെ രണ്ടാമത്തെ ഒരു തഫ്സീർ ഇവിടെ ഇത് ഷഫാഅത്തിനെ കുറിച്ചാണല്ലോ പറഞ്ഞത്. വലാ തൻഫഉ ഷഫാഅത്തു ഇൻദഹു ഇല്ലാ ലിമൻ അദിന ലഹു. അള്ളാഹു അനുവാദം നൽകുന്നവർ അവർക്കാണ് ഷഫാഅത്ത് പറയാൻ അവകാശം. അവർക്ക് വേണ്ടിയാണ് ഷഫാഅത്ത് എന്ന് പറഞ്ഞില്ലേ? ഇതെവിടെ നടക്കുക ഈ ഷഫാഅത്ത്? പരലോകത്താണ്. അതുകൊണ്ട് തന്നെ ശുപാർശ പറയുന്നവർക്കും പേടിയാണ്, ആർക്ക് വേണ്ടിയാണോ ശുപാർശ അവർ പറയാനുമില്ല. ശുപാർശ പറയാൻ അള്ളാഹു സമ്മതം നൽകുന്നവർ തന്നെ പേടിയിലാണ് എങ്കിൽ മറ്റുള്ളവരുടെ അവസ്ഥ എന്താ? ഇത് പരലോകത്താണ്. എത്രത്തോളം ഈ പേടി ഉണ്ടാവും? ഇതാ ഫുസിയ അൻ ഖുലൂബിഹിം, അവരുടെ കൽബുകളിൽ നിന്ന് പേടി നീങ്ങിയാൽ പരലോകത്ത് നീണ്ടെങ്കിൽ ഖാലു, അവർ ചോദിക്കും മാദാ ഖാല റബ്ബുക്കും, റബ്ബ് എന്താണ് പറഞ്ഞത്? അപ്പോൾ ഖാലുൽ ഹഖ്, ഹക്കാണ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഷഫാഅത്തിന് അനുവാദം നൽകിയിട്ടുണ്ട് ഇന്ന ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഷഫാഅത്തിന്, നബിമാർക്ക് ഷഫാഅത്തിന്, മലക്കുകൾക്ക് ഷഫാഅത്തിന്, ഇന്ന ആളുകൾക്കൊക്കെ ഷഫാഅത്ത് പറയാനുള്ള അനുവാദം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. വഹുവൽ അലിയുൽ കബീർ ഉണ്ടോ? ഇങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതും വ്യാഖ്യാനം ശരിയാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്ത് ഓതിയിട്ട് പറഞ്ഞത് എന്താണ്? നമ്മൾ ആദ്യം പറഞ്ഞ വിഷയമാണ്. ഈ രണ്ടാമത്തെ തഫ്സീർ പ്രകാരം ഇത് പരലോകത്ത് നടക്കുന്ന വിഷയമാണ്. ആദ്യത്തെ തഫ്സീർ പ്രകാരം അത് ദുനിയാവിൽ വഹി നൽകുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ചാണ്. രണ്ടായാലും ഇവിടെ വിഷയം എന്താ? വിഷയം നമ്മുടേതെന്താ? മലക്കുകളാണ്. മലക്കുകൾ എത്ര പരിമിതിയുള്ളവർ,
അവരുടെ പേടി. ആർക്കാ പേടി? പേടി ആർക്കാ ഉണ്ടാകുക? അല്ല, പേടി എന്തിനാണ് അറിയിക്കണത്? ഒരാൾ പേടിക്കുന്നു എന്ന് പറയുമ്പോൾ അത് എന്തിനാണ് അറിയിക്കണത്? പേടിക്കണോന് തനിക്ക് രക്ഷപ്പെടാൻ ആളുകളെ നോക്കി അല്ലെങ്കിൽ അതിനുള്ള സൗകര്യം നോക്കി നടക്കുന്ന ആളായിരിക്കും. എന്നെ രക്ഷപ്പെടുത്താൻ ആര് എന്ന് ആലോചിക്കുന്നവനാണ് പേടിക്കുന്നവൻ. ഈ ആളുകളെയാണ് എന്ത് ചെയ്യണത്? ഇവിടെയുള്ള ആളുകൾ തങ്ങളുടെ പേടി മാറാൻ വേണ്ടിയിട്ട് നടക്കുന്നത്. കർത്താവ് നമ്മെ രക്ഷിക്കുന്നു, കർത്താവിനെ കാന്തം രക്ഷിക്കുന്നു അറിയില്ല എന്ന മാതിരിയാണ് പല ആളുകളുടെ അവസ്ഥ. അതാണ് ഇവിടുത്തെ വിഷയം. ഖലാസ്. ഈ ആയത്തിൽ പിന്നെ ഇതിന് ചിലർ പറഞ്ഞത് പിന്നെ ഇവിടെ ഹത്ത ഇദാ ഫുസിയാൻ ഖുലൂബിഹി എന്നുള്ളത് ഇത് അവിശ്വാസികളെ കുറിച്ചാണ് എന്നിട്ടോ. അവിശ്വാസികളെ കുറിച്ച് എന്നാണ്. പേടി നീങ്ങിയാൽ അവിശ്വാസികൾ ചോദിക്കും മാതാ കാല റബ്ബുക്കും ഖാലുൽ ഹഖ് എന്നുള്ള വിഷയമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അതിൻ്റെ ചില അനുബന്ധം അടുത്ത ആഴ്ച പറയാം. ഗൈഡൻസ് TV ഇസ്ലാമിക് ദഅവ യൂട്യൂബ് ചാനൽ. മതധാർമ്മിക വൈജ്ഞാനിക പഠനത്തിന് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ദമാം IT വിഭാഗം അവതരിപ്പിക്കുന്നു ഗൈഡൻസ് TV യൂട്യൂബ് ചാനൽ. ഗൈഡൻസ് TV, ലൈറ്റ് ഫോർ ലൈഫ്.